ഗുലുമാൽ വളരെ കമേഴ്ഷ്യലി വളരെ ഹിറ്റായൊരു പടമായിരുന്നു. അത്രയും ഒരു ഹിറ്റ് പടത്തിൽ നിന്ന് പിന്നെ ചെയ്യുമ്പോൾ പിന്നീട് ഒരു ഗ്യാപ്പ് എടുത്ത് ഇങ്ങനെ ഒരു സെർട്ടൻ ഗ്യാപ്പ് എടുത്ത് പിന്നീട് കന്നഡ അങ്ങനെയുള്ള ഇങ്ങനെ മാറി മാറി അതെന്താണ് ആ ടെക്നിക്ക്? അല്ല, അതെന്താ വെച്ചാൽ ചില പ്രോജക്ട്സ് ചില സമയത്ത് വർക്കൗട്ട് ആകും. ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ ഗുലുമാൽ എനിക്ക് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ഗുലുമാലിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇടയിൽ തന്നെ ഞാൻ ചെയ്ത സിനിമ എന്ന് പറയുന്നത് ഐദുന്തൽ ഐദു എന്ന് പറഞ്ഞ ജയപ്രകാശ് കുളൂറിൻ്റെ പോപ്പിൻസ് ആയിട്ട് മലയാളത്തിൽ വന്നു. അതിൻ്റെ കന്നഡ വേർഷനായിരുന്നു. അത് ഇന്ത്യൻ പനോരമയിൽ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. ലോട്ട് ഓഫ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ പ്രൈസ് സിനിമയായിരുന്നു. അതിനിടയിൽ തന്നെ ഹിന്ദിയിൽ ഫിർ കഭി എന്ന് പറഞ്ഞിട്ട് മിഥുൻ ചക്രവർത്തി, ഡിംപിൾ കപാഡിയ, രതി അഗ്നിഹോത്രി അവരെയൊക്കെ വെച്ചിട്ട് ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമ നമ്മുടെ സിന്ധുരാജിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. അത് ചെയ്ത് അത് ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ പോയിരുന്നു. ഇതിനിടയിൽ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബെസ്റ്റായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റുന്നത് സ്വാമി സാറായിരുന്നു. പുനരധിവാസം ഞാൻ ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ ഫ്രീക്കി ചക്ര എന്ന് പറഞ്ഞ സിനിമ കംപ്ലീറ്റ്ലി വാക്കി ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഫ്രീക്കി ചക്ര. ഇപ്പോൾ പുതിയ കുറേയധികം സംവിധായകർ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രങ്ങൾ വരെ വളരെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ പലതിലും ഈ പറയുന്ന പോലെ ന്യൂ ജനറേഷൻ മൂവി എന്നാണല്ലോ ഇപ്പോൾ അതിന് പറയുക. അതിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ ബീപ്പടിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ ട്രിവാൻഡ്രം ലോഡ്ജിലും അതൊരു തുടക്കം ഇത് എത്രമാത്രം എന്താണ് അങ്ങനെ ഒരു വേറിട്ട ഒരു അല്ല, അത് ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ട്രിവാൻഡ്രം ലോഡ്ജ് എന്നുള്ള സിനിമ എനിക്കിന്നും ഏറ്റവും വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. കാരണം അതിൽ എന്നെ ആകർഷിച്ചത് അതൊന്നുമല്ല. എന്നെ ആകർഷിച്ചത് കുട്ടികളുടെ ഒരു ഇഷ്ടം, പ്രണയം എന്ന് വിളിക്കാൻ പറ്റില്ല അതിനെ. അതുപോലെ തന്നെ മെച്യൂരിറ്റി, നമ്മൾ മെച്യൂർഡ് ആകുമ്പോൾ നമ്മൾ ഇന്നസെൻസ് നമ്മുടെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോട്ട്, ക്വാളിറ്റി ഓഫ് ബീങ് എ വൺ വുമൻ മാൻ. അതുപോലെ തന്നെ ഒരു വുമൻ, ഒരു സ്ത്രീയുടെ, ഇന്നത്തെ ഒരു സ്ത്രീയുടെ, അതും ഒരു ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരു ആർട്ടിസ്റ്റായിട്ടുള്ള ഒരു സ്ത്രീൻ്റെ തുറന്നു പറച്ചിലാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. പക്ഷേ അതൊക്കെ ഒരുപാട് പേര് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ന്യൂ. ചിലപ്പോൾ ഹിറ്റായത് റോങ് ആയ റീസൺസ് കൊണ്ടായിരിക്കാം. അത് ദാറ്റ് ഇസ് നോട്ട് മൈ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെ അതെ, അങ്ങനത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. നിന്നെ ഇന്ന് വലിച്ചെൻ്റെ കട്ടിലേക്കിടാൻ വളരെ എളുപ്പമാണ് ധ്വനി, പക്ഷേ ചെയ്യാതിരിക്കാനാണ് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇതുപോലൊരു മഹാനഗരത്തിൽ ഇറ്റ്സ് വെരി ഈസി ടു ഹാവ് എ ഫ്ലിങ്, to f*** around, to have an extramarital affair. എന്താണ് അനൂപ് എന്ന നടൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അല്ല, അനൂപായിട്ട് എന്ന് പറഞ്ഞാൽ അനൂപ് എൻ്റെ അടുത്ത് മുമ്പേ സ്ക്രീൻ പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. ബിഫോർ അനൂപ് ബിക്കം എൻ ആക്ടർ, പകൽ നക്ഷത്രങ്ങൾക്ക് മുമ്പ് തന്നെ ഗുഡ് വിൽ ഹണ്ടിങ്ങിനെയൊക്കെ ബേസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. അത് ഞങ്ങൾ ചെയ്യാൻ വരുന്നതാണ്. പക്ഷെ അത് അന്ന് വർക്കൗട്ടായില്ല. പിന്നെ അതിന് ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് സംഭവിച്ചു പോയതാണ് ബ്യൂട്ടിഫുൾ. ഈ ആഡ് ഫിലിംസിലൂടെ ഒത്തിരി നല്ല സുന്ദരികളെയൊക്കെ കാണുന്നുണ്ട്. ആ സുന്ദരികളെയൊക്കെ സിനിമയിലേക്ക് അല്ല, അതെങ്ങനെ വെച്ചാൽ ഐ മേക്ക് ഇറ്റ് ആക്ച്വലി ഇൻ എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈൻ. ബിക്കോസ് ഹൂ വി യൂസ് ഇസ് ആക്ച്വലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആഡിൻ്റെ കരിയർ എടുത്തു കഴിഞ്ഞാൽ അസിൻ്റെ ഫസ്റ്റ് ആഡ് എൻ്റെ കൂടെ ആയിരുന്നു. റീനു തോമസ് ഇപ്പോൾ വന്നില്ലേ, അവരും അസിനും കൂടിയിട്ട് ഒരു ആഡാണ് ഫസ്റ്റ് എൻ്റെ കൂടെ ചെയ്തത്. അതുപോലെ ലക്ഷ്മി ഗോപാലസ്വാമി, പത്മപ്രിയക്ക് ഐ ഹാഡ് എ ഫൈറ്റ് ആക്ച്വലി വെൻ വി വർ ഷൂട്ടിംഗ് ഫസ്റ്റ് ആഡ്. He said, I won't act in films, I don't like films and all. I said, you will be the first person who will be acting in films. എന്നിട്ട് ഇപ്പോഴും ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളത് പറയും. അപ്പോൾ ഇനി പുതിയ ചിത്രമായ താങ്ക് യുയിലേക്ക് നമുക്ക് കടക്കാം. ബേസിക്കലി അബൌട്ട് എ കാറ്റ് ആൻഡ് മൗസ് ഗെയിം ബിറ്റ്വീൻ എ പോലീസ് ഓഫീസർ ആൻഡ് എ കോമൺ മാൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റീസണിങ് ആണ് ഇമോഷണൽ. ഇറ്റ് ഈസ് അതുകൊണ്ടാണ് ഞാനതിനെ ഒരു ത്രില്ലർ എന്ന് മാത്രം വിളിക്കാതെ ഒരു ഹാർട്ട് ടച്ചിങ് ഇമോഷണൽ ത്രില്ലറാണ് ആ സിനിമ. അതായത് തീർച്ചയായിട്ടും എൻ്റെ ഒരു കോൺഫിഡൻസ് വെച്ച് എനിക്ക് തോന്നുന്നത് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കണ്ണു നനയാതിരിക്കില്ല. കാരണം അതേസമയം ഇറ്റ് ഈസ് ത്രില്ലിംഗ് ഓൾസോ. മണിക്കൂറുകളായിട്ട് നിങ്ങൾ എനിക്ക് നൽകിയ ഒരു പേരുണ്ട്. ഇതിന്റെ ഷൂട്ടിങ്ങിനെ പറ്റി കേട്ടിരുന്നു. ഇതൊരു ഓട്ടോറിക്ഷയിലുള്ള ഒരു യാത്രയാണ് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന്, അല്ലേ? അതെ, ട്രിവാൻഡ്രം സിറ്റി പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. കാരണം ട്രിവാൻഡ്രം സിറ്റി ഈസ് വൺ ഓഫ് മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഹിഡൻ ക്യാമറാസൊക്കെ വെച്ച് അതിൽ ജയസൂര്യ പെട്ടെന്ന് ഇറക്കി വിട്ട് ആൾക്കാർ റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് പോയത്. ആക്ച്വൽ റോഡ്സിലായിരുന്നു ഷൂട്ടിങ്. തിരുവനന്തപുരത്ത് ഏറ്റവും ബിസി ആയിട്ടുള്ള സ്ഥലമാണ് ചാലക്കമ്പോളം. അവിടെ പോയി ഷൂട്ട് ചെയ്തു. ഇതിന് മുമ്പ് ഈ ഒരു സ്റ്റൈൽ ഓഫ് ഷൂട്ടിങ് ഞാൻ മറ്റേ രമ്യയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആണ്ടലോണ്ട്. അത് ഞാൻ ഈ രമ്യനെ സ്ട്രീറ്റിൽ ഇറക്കി പാടിപ്പിച്ചിട്ട് ഐ ഷോട്ട് ഇവൻ മേഘരൂപനിൽ രമ്യ സ്ട്രീറ്റിൽ ഇറങ്ങി പാടും, ബസ്സിലേക്ക് കയറ്റി പെട്ടെന്ന് ഒന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. സോ വാട്ട് എവർ ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തു. നമ്മൾ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോൾ ഇപ്പോഴും ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞു. ഒരു പക്ഷേ രമ്യക്ക് ഒരു വലിയൊരു ബ്രേക്ക് കൊടുത്തതും ആ പാട്ടിലൂടെയാണ്. പിന്നീട് പാട്ടുകാരി അല്ലേ, അഭിനയത്തിലുപരി രമ്യ ഭയങ്കര സിംഗറായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ എവിടെ ഏതൊരു ഫംഗ്ഷനിൽ ചെന്നാലും രമ്യ പാടിയേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ. അതിന്റെ ഡയറക്ടർ ബാലേട്ടനായിരുന്നു, പ്രകാശ് ബാരായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. പുതുമുഖങ്ങളെ എങ്ങനെയാണ്, പുതുമുഖങ്ങൾക്ക് VKPയുടെ ഇനിയുള്ള കാലത്ത് ഇനി ഫ്യൂച്ചറിലുള്ള ഒരു ചാൻസ്? പരിചയസമ്പന്നരായ പോലും വർക്ക്ഷോപ്പൊക്കെ നടത്തിയിട്ടൊക്കെ ഞാൻ അവരിപ്പോൾ ഹണിയെ സംബന്ധിച്ചിടത്തോളം മുരളി മേനോനെ വെച്ച് ഞാനൊരു 6 ദിവസത്തെ വി ആർ ഓൾ ബാച്ച് മീറ്റ്സ്. മുരളി ഞാനൊക്കെ തകർത്തില്ലേ സിനിമയിൽ ഇംഗ്ലീഷില്? മുരളി ഇംഗ്ലീഷ് നന്നായിരുന്നു, അസലായിരുന്നു. VKP സംബന്ധിച്ച് നോക്കിയാൽ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് VKPക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയാണ് VKP ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്. പക്ഷേ പലപ്പോഴും ഹിറ്റ് ആകുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഒരു പക്ഷേ VKP എന്നാണ് ഇനി അങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നത്? അല്ല, അത് എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയ്ക്കും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കിഷ്ടമുള്ള വിഭവങ്ങൾ വിളമ്പി ഞാൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടുന്നു, അവരത് കഴിക്കുന്നു, അതുകൊണ്ട് ആ പടം ഹിറ്റാവുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ ഹിറ്റാവുന്നില്ല. പക്ഷെ ഒരു ദിവസം അവർക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരം വിളമ്പി കൊടുത്തിട്ട് പിന്നെ തകർന്നു പോയ പ്രശ്നവും. അപ്പൊ ആ ഒരു തകർച്ച വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് അല്ലേ? നമ്മളതായിട്ടുള്ള ചെറിയ തോതിൽ ഒരു ചെറിയ സിനിമകളൊക്കെ ചെയ്ത്. ഇത് മൈനയിലെ സേതു എന്ന് പറഞ്ഞൊരു നടൻ ജയസൂര്യയുടെ കൂടെ തന്നെ ഒപ്പം തന്നെ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അത് മൈന എന്നുള്ള സിനിമയിൽ ഇൻസ്പെക്ടറുടെ അഭിനയിച്ചിട്ടുണ്ട്, സേതു എന്ന് പറഞ്ഞിട്ട്. ഹീ ഈസ് ഓൾസോ ഡൂയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അവൻ്റെ കളിയൊന്നും മറയത്താ ഗോപ, അതുപോലെ ഇവൻ കളിക്കട്ടെ, അറിഞ്ഞ് കളിക്കട്ടെ. സർ, ഐ തിങ്ക് ഹീസ് പ്ലേയിങ് എ ഗെയിം. അവൻ പോലും അറിയാതെ കളിക്കുന്ന നിയന്ത്രണം വിട്ടെടുക്കുക. അപ്പോൾ ഒരു വൻ ഹിറ്റായി മാറട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ. അതെ, ഹിറ്റാവുക എന്നുള്ളതാണ്, ഹിറ്റാവുക അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുക. ഇപ്പോൾ ഈ തമിഴ് ഫിലിംസ് ഒക്കെ ഇവിടെ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവീസ് ഒക്കെ ഇവിടെ റിലീസ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് നമ്മുടെ മലയാളത്തിലെ ശ്രദ്ധിക്കപ്പെടേണ്ട ചില ചിത്രങ്ങളൊക്കെ പോകുന്നുണ്ട്, വളരെ പ്രശ്നമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതെന്താ വെച്ചാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററുകാരനെ മനസ്സ് വിചാരിക്കണം. അവരുടെ ഒരു സന്മനസ്സിന് മാത്രമേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. കാരണം സിനിമാ തിയേറ്റർ എല്ലാ ദിവസവും 365 ദിവസവും ഹൗസ്ഫുള്ളായിട്ട് ഓടണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്കും അത് പറ്റില്ല. പിന്നെ നമ്മൾ വല്ല ക്യാബറയൊക്കെ നടത്തണം തിയേറ്ററിൽ. ഓക്കെ, താങ്ക് യു സർ. താങ്ക്സ് a lot.